ONV സാറിൻ്റെ പാടുക അല്ലെങ്കിൽ പാട്ട് എന്നുള്ള വാക്ക് ഏതെല്ലാം ഗാനങ്ങളിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പുതിയ സിനിമയെക്കുറിച്ചാണ്. 4 ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ആ 4 ഗാനങ്ങളിലും അദ്ദേഹം ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. കിഴക്കൻ പത്രോസ്, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമ. TS സുരേഷ് ബാബു സാറാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. മമ്മൂട്ടി സാറും TS സുരേഷ് ബാബു സാറും തമ്മിലുള്ള കോംബോ എല്ലാ ചിത്രങ്ങളിലും അത് ഗംഭീരമാണ്. കോട്ടയം കുഞ്ഞച്ചനൊക്കെ അതിന് ഉദാഹരണമാണ്. എത്ര കണ്ടാലും മതിവരാത്ത ചിത്രമാണ്. അന്തരിച്ചു പോയ ശ്രീ ഡെന്നിസ് ജോസഫാണ് ഇതിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ONV സാറ്, SP വെങ്കടേഷ് സാർ. SP വെങ്കടേഷ് സാർ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളെ വേർപെട്ട് പോയ കമേഴ്സിലെ എല്ലാ സിനിമകൾക്കും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ വന്നിട്ടുള്ള സംഗീത സംവിധാനമാണ്. നല്ല ഒന്നാം തരം മ്യൂസിഷ്യനാണ് അദ്ദേഹം. ഇതിലൊരു പാട്ട്, പാതിരാ കിളി വരു പാൽക്കടൽ കിളി ഓണമായിത തിരുവോണമായിത പാടിയാടിവ പുലർമേടിറങ്ങിവ പാടിയാടിവ പുലർമേടിറങ്ങിവ. പാടിയാടിവ പല്ലവിയിൽ തന്നെ അദ്ദേഹം സ്ഥിരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പദം, ആ വാക്ക് പ്രയോഗിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അനുപല്ലവിയിലേക്ക് വരുമ്പോൾ, താണുവരും മാലാഖപ്പൂഞ്ചിറകോ താഴ്വരയിൽ മന്ദാരപ്പൂനിരയോ പറന്നു വന്നീ തടങ്ങളിൽ പാടാത്തതെന്തു നീ. ഉണ്ടോ വീണ്ടും ആ വാക്ക്, പറന്നു വന്നീ തടങ്ങളിൽ പാടാത്തതെന്തു നീ. ഇനി ചരണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് വീണ്ടും, മാമലകൾ പൊന്നാട ചാർത്തുകയായി ഏലമണി പൊന്മാല കോർക്കുകയായി. അതുകൊണ്ട് അതിൽ വീണ്ടും പറയുകയാണ് എൻ്റെ അതിന് അവസാന എൻഡിൽ, പഴമ്പാട്ടീണത്തിൽ, അവിടെയുണ്ട് പഴമ്പാട്ടീണത്തിൽ എന്നാണ് ആ വാക്ക് അദ്ദേഹം വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഭാഗങ്ങളിലും പല്ലവി, അനുപല്ലവി, ചരണം തുടങ്ങി 3 ഭാഗങ്ങളിലും ഈ പാട്ട് യേശുദാസ് സാർ പാടിയ അതിമനോഹരമായ പാട്ടാണ്. ഇത് 3ലും ഈ സ്റ്റാമ്പ് ഉണ്ട്. ഇതിൽ മറ്റൊരു ഗാനമുണ്ട്, വളരെ ഒരു ഫോക്ക് സ്റ്റൈലിലുള്ളതാണ്. ഒരു ഫെയറി ടെയിൽ, നാടോടി കഥ പോലെയുള്ള നൃത്തരംഗമാണ്. നല്ല രസമായി ചിത്രീകരിച്ചിരിക്കുന്ന പാട്ടാണ്. അതൊരു പെപ്പി സോങ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അതിലും ഈ സ്റ്റാമ്പുണ്ട്. നീരാഴി പെണ്ണിൻ്റെ ആരാരും കാണാത്ത നീലക്കൽ കൊട്ടാരം ദൂരെ. ഈ പാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അനുപല്ലവിയിലേക്ക് വരുമ്പോൾ, പാടി വരൂ കരളിൽ കൂടണയോ എന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, അമ്പഴങ്കി മുക്കുവൻ്റെ തോണി ചെമ്പരന്തു പോലെ പാറി വന്നേ ചാഞ്ചക്ക മാടുന്ന തോണി പാടി വരൂ കരളിൽ കൂടണയു. അവിടെയും പാടി വരൂ എന്നുള്ള വാക്ക് വീണ്ടും അതിനകത്ത് ഈ പാട്ടിലും വന്നിട്ടുണ്ട്. പാടി വരൂ കരളിൽ കൂടണയു. വീണ്ടും ചരണത്തിൽ, കാറ്റാടി ചോട്ടിലായി പാട്ടുമൂളുന്നതാരോ. ഉണ്ടോ ചരണത്തിലും വീണ്ടും ആ വാക്ക് വന്നിട്ടുണ്ട്. കാറ്റാടി ചോട്ടിലായി പാട്ടുമൂളുന്നതാ. ഇതിൽ മറ്റൊരു ഗാനമുണ്ട്, വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങുന്നു അരിയൊരു കൊന്ന പൂത്തു. വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി അരിയൊരു കൊന്ന പൂത്തു. ഇതിനകത്ത് ചരണത്തിലേക്ക്, അതിൻ്റെ അനുപല്ലവിയിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഉണ്ട്, പാടുക കാറ്റേ താളം കൊട്ടി പാടുക. കണ്ടോ വീണ്ടും ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പാടുക കാറ്റേ താളം കൊട്ടി പാടുക നീ. ഇനി ചരണത്തിൽ, പോരുക ദേവി പാടാൻ മണ്ണിൻ ഈ മംഗളഗീതം, അവിടെയുണ്ട് പാടുക എന്നുള്ള വാക്ക് വീണ്ടും. പോരുക ദേവി പാടാൻ മണ്ണിൻ മംഗളഗീതം. ഈ ചിത്രത്തിലെ മറ്റൊരു ഗാനം, 4ാമത്തെ ഗാനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തുടികൊട്ടി പാടുന്ന മേഘം മധുമാരി പെയ്യുന്ന നേരം. തുടികൊട്ടി പാടുന്ന മേഘം മധുമാരി പെയ്യുന്ന നേരം. ഇതിൻ്റെ ചരണത്തിലാണ്, വിരൽ തൊട്ടതെല്ലാം നൽപ്പൊന്നിൻ വീണയായി പാടുന്ന യാമം. അവിടെ ആ വാക്ക് അതിമനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ 4 ഗാനങ്ങളിലും പറഞ്ഞു വന്നല്ലോ, പല്ലവിയിലും അനുപല്ലവിയിലും ചിലതിൽ ചരണത്തിലും എല്ലാത്തിലും അദ്ദേഹം തൻ്റെ മുഖമുദ്രയായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് തൽക്കാലം വിട പറയുകയാണ്. ഇനി മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.